ഭാരതത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ആശ്രയമായി മാറിയ മിഷണറി പ്രവർത്തനങ്ങൾക്കു പിന്നിൽ വലിയൊരു വിഭാഗം സന്നദ്ധ സംഘടനകളുടെ നിശബ്ദ സേവനമുണ്ട്. എന്നാൽ 2026 ജൂൺ 22-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ പുതിയ ഭേദഗതികൾ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുകയാണ്. സുതാര്യതയുടെയും രാജ്യസുരക്ഷയുടെയും പേരിൽ കൊണ്ടുവരുന്ന ഈ പുതിയ കടുപ്പമേറിയ നിയമങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം യഥാർത്ഥത്തിൽ സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കലോ? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു FCRAയും മൗലിക അവകാശ ലംഘനങ്ങളും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2026 ജൂൺ 22-ന് വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ പുതിയ ഭേദഗതികൾ ഭാരതത്തിലെ സന്നദ്ധ സംഘടനകൾക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾക്കും സ്ഥാപനങ്ങൾക്കും മുന്നിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. പുതിയ നിയമങ്ങൾ രാജ്യസുരക്ഷയുടെയും സുതാര്യതയുടെയും പേരിൽ കൊണ്ടുവരുമ്പോൾ അത് ജനാധിപത്യപരമായ സ്വാതന്ത്ര്യങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സഭയുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും എത്രത്തോളം ഹനിക്കുമെന്ന ആശങ്ക കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ നേതൃത്വങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം സന്നദ്ധ സംഘടനകൾക്ക് പൊതുവായ രജിസ്ട്രേഷൻ നൽകുന്നതിന് പകരം അവ ഏത് കൃത്യമായ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. കൂടാതെ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിക്കുന്നതെന്നും മുൻകൂട്ടി അറിയിക്കണം. നിലവിലുള്ള സംഘടനകൾ 1 വർഷത്തിനകം ഫോം FC 6F വഴി തങ്ങളുടെ പ്രവർത്തന മേഖലയും ഭൂമിശാസ്ത്രപരമായ അതിരുകളും സർക്കാരിനെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ക്രിസ്തീയ സഭകളെയും അവയുടെ കീഴിലുള്ള മിഷണറി പ്രസ്ഥാനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രായോഗിക ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഭാരതത്തിലെ ക്രൈസ്തവ ദൗത്യം എപ്പോഴും വികേന്ദ്രീകൃതവും ആവശ്യാനുസരണം രൂപപ്പെടുന്നതുമാണ്. ഉദാഹരണത്തിന് ഒരിടത്ത് പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിലോ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലോ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത ഭൂപ്രദേശങ്ങളിൽ പെട്ടെന്ന് ഇടപെടേണ്ടി വരുമ്പോൾ ഈ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വേഗതയെ ഇല്ലാതാക്കും. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ കൂടുതൽ ഫീസ് അടയ്ക്കണമെന്ന വ്യവസ്ഥയും ചെറിയ സംഘടനകൾക്ക് ഭാരമാകും. വിദേശ ഫണ്ടുകളുടെ മുൻകാല വിനിയോഗം 75% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത ഗഡു അനുവദിക്കൂ എന്ന വ്യവസ്ഥയും സംഘടനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വെബ്സൈറ്റുകൾ, പുസ്തകങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന നിബന്ധനയും ഇതിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ മിനിഞ്ഞാന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് FCRAയുമായിട്ട് ബന്ധപ്പെട്ട് 2010 അമെൻമെന്റിനെ ആധാരമാക്കി പുതിയ ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ നിയമങ്ങൾ ഓൾ ഓഫ് ദ സഡൻ ആണ് കഴിയും. അത് നമുക്ക് ഈ പുതിയതായിട്ടുള്ള ഓൾറെഡി ഒരു പ്രൊപ്പോസ്ഡ് അമെൻമെന്റ് ബിൽ ഈസ് in the parliament, which they are yet to take, hope that they may not take, we pray for that. Anyway, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പുതിയ റൂൾസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇന്നലെ വരെ നമ്മൾ അന്നത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഇതുവരെയും നല്ല NGOകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് ചെലുത്തുന്ന ഒരു കാര്യമാണ്. ആയതിനാൽ ഒരാവശ്യമുള്ള കാര്യമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഗവൺമെന്റ് ഇതിലൂടെ ചില ക്ലാരിഫിക്കേഷനുകളാണ് തന്നിരിക്കുന്നത്. അത് പലപ്പോഴും സാധാരണഗതിയിൽ ഈ NGOയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലാണ് ഈ നിയമങ്ങൾ. അതായത് NGOയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള നിയമങ്ങളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇത് പറയുകയാണെന്നൊരു നിയമം അനുസരിച്ച് ഇതുവരെ we could have a pan-India NGO. That means ഒരിടത്ത് ഡൽഹി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ NGOക്ക് ഈ രാജ്യത്തിന്റെ എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കാതെ ഇപ്പൊ അത് മാറ്റി വേറൊരു സ്റ്റേറ്റിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഏതാണ്ട് നിശ്ചിത തുക ഗവൺമെന്റിലേക്ക് കൊടുക്കണം. നമ്മൾ NGOയുടെ പ്രവർത്തനങ്ങൾ തന്നെ പറയുന്നത് പാവങ്ങളെ സഹായിക്കാനായിട്ടും അവര് ദരിദ്രരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ കിട്ടുന്ന പൈസ ഇങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും പ്രവർത്തിക്കുന്ന NGOകൾക്ക് കൊടുക്കാൻ പറയുന്നത് അതിൻ്റെ ഒരു വലിയ തുകയാണ്. അത്
എൻജിഒകളെ വളരെ നെഗറ്റീവായ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. ഒരു ക്രൈസ്തവ വീക്ഷണത്തിൽ ധനവിനിയോഗത്തിലെ സുതാര്യതയും വിശ്വാസ്യതയും ബൈബിൾ വിഭാവനം ചെയ്യുന്ന ഒന്നാണ്. അതിനാൽ വരവ് ചെലവുകളിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനെയും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനെയും ക്രൈസ്തവ ലോകം സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഭരണകൂടം ഈ സുതാര്യതയെ സഭയുടെ സ്വാഭാവികമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും സുവിശേഷ പ്രഘോഷണ താൽപര്യങ്ങളെയും നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള ഒരായുധമാക്കുകയാണോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലെയുള്ള വ്യക്തിപരമായ ആശയവിനിമയ ഉപാധികൾ പോലും കർശന നിരീക്ഷണത്തിലാക്കുന്നത് ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഇടയാകും. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടിച്ചേർക്കൽ ആരാധനാലയങ്ങളുടെ നിർമ്മാണം, വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ അച്ചടി, തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ എന്നിവയ്ക്ക് വിദേശ ഫണ്ട് അനുവദിക്കുമ്പോൾ തന്നെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ വിലക്കേർപ്പെടുത്തുന്നു എന്നതാണ്. ഈ വിഷയം ഭാരതത്തിലെ ക്രൈസ്തവ വിരുദ്ധ ശക്തികൾ പലപ്പോഴും സഭയ്ക്കെതിരെ പ്രയോഗിക്കുന്ന ഒരായുധമാണ്. വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം സഭ പണ്ടുമുതലേ നിഷേധിക്കുന്ന ഒന്നാണ്. യഥാർത്ഥ ക്രിസ്തീയ ദർശനം നിർബന്ധിത പരിവർത്തനത്തെയല്ല, മറിച്ച് സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയുമുള്ള ഹൃദയ പരിവർത്തനത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസവും മികച്ച ആരോഗ്യ പരിരക്ഷയും നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ കഠിനാധ്വാനമാണ്. സ്വാഭാവികമായ ഈ കാരുണ്യ പ്രവർത്തികളെ പോലും മതപരിവർത്തനത്തിനായുള്ള പ്രലോഭനം എന്ന് മുദ്രകുത്തി FCRA ലൈസൻസുകൾ റദ്ദാക്കുവാനുള്ള സാധ്യതകൾ പുതിയ ചട്ടങ്ങൾ വഴി വർദ്ധിക്കുന്നു. സേവനത്തെയും വിശ്വാസത്തെയും വേർതിരിച്ച് കാണുവാൻ ഭരണകൂടം വിസമ്മതിക്കുന്നത് സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയെ തളർത്തുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പുതിയ ചട്ടപ്രകാരം ഇന്ത്യൻ വംശജർ ഒഴികെയുള്ള വിദേശ പൗരന്മാർക്ക് സംഘടനയുടെ പ്രധാന ഭാരവാഹികളാകുവാൻ പാടില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ മാത്രമേ ഇതിന് മാറ്റങ്ങൾ വരുത്തുവാൻ അനുവദിക്കൂ. കത്തോലിക്ക സഭയുടെയും മറ്റ് ആഗോള ക്രൈസ്തവ സഭകളുടെയും ഘടന തന്നെ സാർവത്രികമാണ്. വംശഭാഷ, ദേശഭേദമന്യുള്ള ഒരു ആഗോള കൂട്ടായ്മയാണ് സഭ. പല അന്താരാഷ്ട്ര സന്യാസ സമൂഹങ്ങളുടെയും മിഷണറിമാരുടെയും നേതൃത്വത്തിൽ വിദേശ പൗരന്മാർ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കാറുണ്ട്. ഈ ആഗോള സാഹോദര്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ നിയമം വന്നിരിക്കുന്നത്. സഭയുടെ ആഗോള സ്വഭാവത്തെ പ്രാദേശികമായ അതിരുകളിൽ തളച്ചിടുവാനുള്ള ശ്രമമായിട്ടും ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പം വരുന്നു. പക്ഷെ അതും ഇതുമായിട്ടൊക്കെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇലക്ഷൻ ചില സ്റ്റേറ്റുകളിൽ നടക്കുന്നു, മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നില്ല. പക്ഷെ ഇത് അതിലൊക്കെ ഉപരിയായിട്ട് പൊതുജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം നല്ല മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിഘാതമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതുവഴി മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP പാർട്ടി നേതാക്കളുണ്ട്, അവർക്ക് ഇത് ഇടപെടണമെന്ന ആവശ്യം വന്നിട്ടുണ്ട്. ഞാൻ കേന്ദ്രം ഭരിക്കുന്ന നേതാക്കളെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്തെ ഓരോ നേതാക്കളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ NGOകളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്ന എല്ലാ നേതാക്കളും നിൽക്കണമെന്നുള്ളതാണ്. അതായത് നടപടി എടുക്കണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാ എംപിമാരെയും ലോക്കൽ തലങ്ങളിൽ കാണുവാനായിട്ട്, അല്ലെങ്കിൽ ലോക്കൽ തലത്തിൽ ചർച്ചിന്റെ നേതാക്കൾ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മെമ്മോറാണ്ടങ്ങളൊക്കെ എഴുതി കൊടുക്കുവാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അതായത് ചർച്ച് മാത്രമല്ല, നിങ്ങൾ NGO എന്ന് പറയുമ്പോൾ ചർച്ചുകളെ മാത്രം ഞാനതാണല്ലോ, ഞാൻ NGO എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പാപങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി NGOകളുണ്ട്. അത് ചർച്ചിന്റെ മാത്രമല്ല, അല്ലാത്ത എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും, മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ സഭ ഇതിനകത്ത് വീണ്ടെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ, സഭ എന്നും പാപങ്ങളുടെ പക്ഷത്താണ്, പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാടും വീടും വിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഈ നാട്ടിലെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്.
അതുകൊണ്ട് പാപങ്ങളുടെ ജീവിതത്തെ അഫക്ട് ചെയ്യുന്ന ഏത് കാര്യം വന്നാലും സഭ അതിനു വേണ്ടിയിട്ട് ശക്തപ്പെടുത്തും. ഇല്ല, ഞങ്ങളുടെ CBCI സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എല്ലാ സഭകളുടെയും അതുപോലെ തന്നെ പീപ്പിൾ ഓഫ് ഗുഡ് വിൽ എല്ലാവരും കൂടി ചേർന്ന് 28-ാം തീയതി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്ര നേതാക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ നിയമ നിർമ്മാതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം സഭ എന്നും ക്രിസ്ത്യ വിശ്വാസികൾ എന്നും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഗവൺമെന്റ് മുന്നിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഡിമാൻഡിന് അനുസരിച്ചുള്ള അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന്റെ ഇടപെടലിലൂടെ മാത്രമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അധികാരം എന്നും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അധികാരമാണ് മനുഷ്യർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ടൊരു ദിവസം ഞങ്ങൾ പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് CBCIയുടെ പ്രസിഡന്റ് എല്ലാ രൂപതകളിലെ മെത്രാന്മാരെ എഴുതി അറിയിച്ചിട്ടുണ്ട്. അവരവരുടെ സ്ഥലങ്ങളിൽ അവരവരുടെ ഇടകളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അത് പ്രാർത്ഥിക്കുന്നത് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. രാജ്യത്തെ നേതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി. അതിലുപരിയായിട്ട് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ അപേക്ഷകൾക്കനുസരിച്ച് ഒരു നിയമനിർമ്മാണം നടക്കണമെന്ന്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്രൈസ്തവ സമൂഹം പുലർത്തേണ്ട നിലപാടെന്താണ്? വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭൂമിയിലെ ഭരണാധികാരികളെയും നിയമങ്ങളെയും മാനിക്കണമെന്നാണ്. എന്നാൽ അതേസമയം തന്നെ അനീതിക്കെതിരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തുവാൻ സഭ ബാധ്യസ്ഥരാണ്. ആദ്യകാല സഭയിൽ പൗലോസ് അപ്പസ്തോലൻ യൂദയായിലെ ദരിദ്രരായ വിശ്വാസികൾക്കായി അന്യദേശങ്ങളിലെ സഭകളിൽ നിന്ന് പണം ശേഖരിച്ചിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വിദേശത്തു നിന്നുള്ള സാമ്പത്തിക പങ്കാളിത്തം എന്നത് ആഗോള സഭയുടെ പരസ്പര സഹായത്തിന്റെ ഭാഗമാണ് എന്നതാണ്. അതിനെ വെറും രാഷ്ട്രീയ അജണ്ടയായി കാണുന്നത് തെറ്റാണ്. 2026 FCRA ഭേദഗതികൾ ഭാരതത്തിലെ സന്നദ്ധ മേഖലയ്ക്ക് വലിയൊരു അഗ്നിപരീക്ഷയാണ്. സുപ്രീം കോടതി നിരീക്ഷിച്ചതുപോലെ രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും പ്രധാനമാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ മറവിൽ ജനാധിപത്യപരമായ വിയോജിപ്പുകളെയും സ്വതന്ത്രമായ സാമൂഹിക സേവനങ്ങളെയും ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാൽ അതിനെതിരെ സഭ പ്രതികരിക്കുക തന്നെ ചെയ്യും. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് സഭ കൂടുതൽ ശക്തമായിട്ടുള്ളത് എന്നതാണ് ചരിത്രം. വിദേശ ഫണ്ടുകളുടെ ഒഴുക്ക് തടഞ്ഞാലും ഇല്ലെങ്കിലും ക്രിസ്തു പകർന്നു തന്ന സ്നേഹത്തിന്റെ സുവിശേഷം ഭാരതത്തിലെ എളിയവരിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് സഭയെ തടയുവാൻ ഒരു നിയമത്തിനും കഴിയില്ല എന്ന പ്രത്യാശയിലാണ് ക്രൈസ്തവ ലോകം മുന്നോട്ടു പോകേണ്ടത്. ഭരണാധികാരികളുടെ ഹൃദയങ്ങളിൽ വിവേകവും നീതിയും നിറയുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിച്ചു തന്നെ സഭ തന്റെ പ്രേക്ഷിത ദൗത്യം കൂടുതൽ കരുത്തോടെ തുടരുക തന്നെ ചെയ്യും.